എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDCയുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 7ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ മുന്നേ ഇൻട്രൊഡക്ഷനും പഞ്ചഭൂതങ്ങളും ചതുർവേദങ്ങളും ദശപുഷ്പങ്ങളും അതുപോലെ വിഗ്രഹം, പ്രദക്ഷിണം, നിലവിളക്ക് എന്നീ ഏരിയകളൊക്കെയാണ് കവർ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു റിവിഷനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കേട്ട് പഠിച്ചത് സെറ്റായിട്ടുണ്ടോ എന്നൊന്ന് അറിയണമല്ലോ. ആദ്യം ഞാനൊന്ന് ക്വസ്റ്റ്യൻ വായിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടാത്തത് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻസർ ഞാൻ അവസാനം പറയും. അപ്പോൾ ഏതാണോ കിട്ടാത്തത് അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് മറക്കില്ല. ജസ്റ്റ് ഇതായിരുന്നല്ലോ എനിക്ക് കിട്ടാതെ പോയെന്ന് ഓർമ്മയിലുണ്ടാവും. എല്ലാം സിമ്പിൾ ടോപ്പിക്കായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ കേൾക്കാം. ഏതൊക്കെയാണ് അതിൻ്റെ ഉത്തരവെന്നൊന്ന് നോക്കുക. ഓക്കെ. ദശാവതാരങ്ങളിൽ 9ാമത് അവതാരം ആരാണ്? ദശാവതാരങ്ങളിൽ എത്രാമത്തെയാണ്? 9. 9ാമത്തെ അവതാരം ആരാണ്? അടുത്തത്, അയ്യപ്പന് പ്രദക്ഷിണം എത്ര പ്രാവശ്യമാണ്? അയ്യപ്പൻ്റെ പ്രദക്ഷിണം എത്ര പ്രാവശ്യമാണ്? ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവം എന്താണ്? ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവം എന്താണ്? നിലവിളക്കിൻ്റെ നാളം ഏത് ദേവതയെ സൂചിപ്പിക്കുന്നു? നിലവിളക്കിൻ്റെ നാളം ഏത് ദേവതയെ സൂചിപ്പിക്കുന്നു? പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അധിപൻ ആരാണ്? പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അധിപൻ ആരാണ്? ഓം എന്ന മന്ത്രം ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നതാണ്? ഓം എന്ന മന്ത്രം ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നതാണ്? കാലത്ത് പ്രദക്ഷിണം ചെയ്താലുള്ള ഫലം എന്താണ്? കാലത്ത് പ്രദക്ഷിണം ചെയ്താലുള്ള ഫലം എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, മണൽ കൊണ്ട് ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മണൽ കൊണ്ട് ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മണൽ. അടുത്തത്, വിഗ്രഹ നിർമ്മാണത്തിൽ ശില എത്ര വർണ്ണമുള്ളതാവണം? വിഗ്രഹ നിർമ്മാണത്തിൽ ശില എത്ര വർണ്ണമുള്ളതാവണം? അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിഗ്രഹം വെളുത്ത ശിലയിലാണെങ്കിൽ എന്താണ് ഫലം? നമ്മുടെ വിഗ്രഹം വെളുത്ത ശിലയിലാണെങ്കിൽ എന്താണ് ഫലം? അടുത്തത്, പാർവതി ശിവന് പറഞ്ഞു കൊടുത്ത തന്ത്രം എന്താണ്? പാർവതി ശിവന് പറഞ്ഞു കൊടുക്കുന്ന തന്ത്രം എന്താണ്? 4 തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? 4 തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ വിഗ്രഹം ഏത് തരത്തിലുള്ളതാണ്? കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ വിഗ്രഹം ഏത് തരത്തിലുള്ളതാണ്? അടുത്തത്, ചായം കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹം ഏത്? ചായം കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹം അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ചായം കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹം ഏതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പ്രദക്ഷിണത്തിൽ ക്ഷി എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ ഓരോ വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ പ്രദക്ഷിണത്തിൽ ക്ഷി എന്താണ് അർത്ഥമാക്കുന്നത്? 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ നിറം. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ നിറം. അടുത്തത്, പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ ചിഹ്നം എന്താണ്? പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ ചിഹ്നം എന്താണ്? ആൽമരത്തിൻ്റെ തണ്ട് ആരുടെ പ്രതീകമാണ്? ആൽമരത്തിൻ്റെ തണ്ട് ആരുടെ പ്രതീകമാണ്? പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് വെച്ചാൽ എന്താണ് ഫലം? പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് വെച്ചാൽ എന്താണ് ഫലം? ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20ാമത്തെയാണ്. രാവണന് ചന്ദ്രഹാസം വാള് നൽകിയതാര്? രാവണന് ചന്ദ്രഹാസം വാള് നൽകിയതാര്? അപ്പോൾ 20 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏകദേശം എത്ര മാർക്ക് കിട്ടി നോക്കുക. തെറ്റിയ ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കതൊരിക്കലും മറക്കില്ല. ആ ക്വസ്റ്റ്യൻ ഓർമ്മിച്ചിട്ടായ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പോകാം. അപ്പോൾ 1ാമത്തെ ചോദ്യം, ദശാവതാരങ്ങളിൽ 9ാമത്തെ അവതാരം ആരാണ്? 9ാമത്തെ? ശ്രീകൃഷ്ണനാണ്. ദശാവതാരങ്ങളിൽ 9ാമത്തെ അവതാരം ശ്രീകൃഷ്ണനാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. അപ്പോൾ 9ാമത്തെ ആരാണ്? ശ്രീകൃഷ്ണൻ. അടുത്ത ചോദ്യം, അയ്യപ്പന് പ്രദക്ഷിണം എത്ര പ്രാവശ്യമാണ്? അയ്യപ്പൻ എത്രയാണ്? 5. അയ്യപ്പൻ തന്നെയാണ് ശാസ്താവ് അല്ലേ? നോട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്താണ്? അയ്യപ്പന് പ്രദക്ഷിണം 5 തവണ.
അടുത്തത് ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവം എന്ത്? ആയുധം ഏതാണ്? തമസമാണ്, തമസം. ആയുധമേന്തിയിട്ടുള്ള വിഗ്രഹം ഏതാണ്? തമസം. 3 തരത്തിലുള്ള ഭാവമാണെന്ന് പറഞ്ഞില്ലേ, സാത്വികം, രാജസം, തമസം. അതിൽ രാജാവിനെ പോലെ ആടയാഭരണം അണിഞ്ഞ് വാഹനത്തിലിരിക്കുന്ന രാജസം പറഞ്ഞു, രാജാവിനെ പോലെ രാജസം എന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞു അല്ലേ. പിന്നെ സാത്വികം, യോഗമുദ്രയും വരദാപമുദ്രയും ധരിച്ചു നിൽക്കുന്ന സാത്വികം. ആയുധത്തിൻ്റെ ആയിരുന്നു ഏത്? തമസം. അടുത്തത് നിലവിളക്കിൻ്റെ നാളം ഏത് ദേവതയെ സൂചിപ്പിക്കുന്നു? ഏതാണ്? ലക്ഷ്മി ദേവിയാണ്. നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവി. പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അധിപനാര്? രുദ്രൻ. പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അധിപൻ രുദ്രനാണ്. ഓം എന്ന മന്ത്രം ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നതാണ്? ആ, ഉ, മ് ആണ്. ആ, ഉ, മ് ആണ് ഓം എന്ന മന്ത്രം. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. കാലത്ത് പ്രദക്ഷിണം ചെയ്താലുള്ള ഫലം എന്താണ്? കാലത്ത് പ്രദക്ഷിണം ചെയ്താൽ രോഗനാശം. കാലത്ത് എന്താണ്? രോഗനാശമാണ്. മധ്യാഹ്നം എന്തായിരുന്നു? സർവാഭിഷ്ടദായകമായിരുന്നു. സായാഹ്നം എല്ലാ പാപങ്ങളെയും ഹനിക്കുന്നു. അർദ്ധരാത്രി ആണെങ്കിൽ മുക്തിപ്രദം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അടുത്തത് മണൽ കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹം അറിയപ്പെടുന്നത് ഏതാ? സൈകതം. മണൽ കൊണ്ടുണ്ടാക്കുന്ന ഏതാണ്? സൈകതം. സൈകതം. അടുത്തത് വിഗ്രഹ നിർമ്മാണത്തിൽ ശില എത്ര വർണ്ണമുള്ളതാവണം? എത്രയാ? ഏകവർണം. ഏകവർണം മാത്രമേ പാടുള്ളൂ. വിഗ്രഹ നിർമ്മാണത്തിൽ ശില ഏകവർണ്ണമുള്ളതായിരിക്കണം. വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ എന്താണ് ഫലം? എന്താ? വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ മോക്ഷം. മോക്ഷമാണ് ഫലം. വിഗ്രഹം വെളുത്തതാണെങ്കിൽ എന്താണ്? മോക്ഷം. അടുത്തത് പാർവതി ശിവന് പറഞ്ഞു കൊടുത്ത തന്ത്രം എന്താ? നിഗമ ശാസ്ത്രം. അത് മാറിപ്പോവരുതെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ശിവൻ പാർവതിക്കാണെങ്കിൽ എന്താണ്? ആഗമം. പാർവതി ശിവനാണെങ്കിൽ നിഗമശാസ്ത്രം. പാർവതി ശിവനാണെങ്കിൽ നിഗമശാസ്ത്രം. അത് മാറിപ്പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് പാർവതി എന്ന് പറയുന്നത് ഒരു മീൻസ് നീ തുടങ്ങുന്ന ഒരു പേരിടുക. ഇപ്പോൾ എന്താ? പാർവതിക്കൊരു നിത്യ എന്നങ്ങനെ പേര് കണക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ശിവൻ എന്നുള്ളത് അനന്തൻ എന്നങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ പാർവതി ശിവനോടാ പറയുന്നെങ്കിൽ ഫസ്റ്റ് പാർവതിയിലേ വരുന്നേ, അപ്പോൾ നിഗമായിരിക്കും. ഇനിയിപ്പോൾ ശിവൻ പാർവതി എന്ന് പറയുമ്പോൾ അനന്തൻ നിത്യോടാ പറയുന്നേ, അപ്പോൾ ആഗമാണെന്ന് കണക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പേര് വേറെ ഒന്നിട്ടിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ 4 തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? ദാരിദ്ര്യം. 4 തിരിയാണെങ്കിൽ ദാരിദ്ര്യം. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ വിഗ്രഹം ഏത് തരത്തിലുള്ളതാണ്? കൂടൽമാണിക്യം ഏതാണ്? മണിമയിയാണ്. വില കൂടിയ കല്ലുകളാണ് അല്ലേ, അതാണ് കൂടൽമാണിക്യം. അപ്പോൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഏതാണ്? മണിമൈ. ചായം കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹം ഏതാ? ചായം കൊണ്ടുണ്ടാക്കുന്നത് ലേഖ്യ. അത് മാറിപ്പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ലേപ്യവും ഉണ്ട്, അതുപോലെ തന്നെ ലേഖ്യവും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ചന്ദനമൊക്കെ ആണെങ്കിൽ എന്താണ്? ലേപ്യ. ചന്ദനലേപ സുഗന്ധമല്ലേ, അപ്പോൾ എന്താ? ലേപ്യ. ചന്ദനലേപ സുഗന്ധം. പാട്ട് ഓർമ്മിക്കുക. അപ്പോൾ ചന്ദനം ലേപ്യ. ഇനി എന്താ? ചായ ലേഖ്യ എന്നുള്ളതിനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. എന്താ? ലേഖയാണ് ചായ കൊണ്ടുവന്നേ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ചായം ലേഖ്യ എന്നുള്ളത് കണക്ട് ചെയ്യുക. പ്രദക്ഷിണത്തിൽ ഷീ എന്താണ് അർത്ഥമാക്കുന്നത്? മഹാരോഗങ്ങളെ നശിപ്പിക്കുന്നു. അടുത്തത് പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ നിറം ചുവപ്പാണ്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ നിറം ചുവപ്പാണ്. കണക്ട് ചെയ്ത് മീൻസ് യെല്ലോ മഞ്ഞ പോകരുത്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ നിറം ചുവപ്പ്. പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ ചിഹ്നം വൃത്തം. പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ ചിഹ്നം വൃത്തം. ആൽമരത്തിൻ്റെ തണ്ട് ആരുടെ പ്രതീകമാണ്? വിഷ്ണു. വിഷ്ണുവിൻ്റെ പ്രതീകമാണ് എന്ത്? ആൽമരത്തിലെ തണ്ട്. അഗ്രം അറ്റത്തെന്താണ്? ശിവനാണ്. തണ്ട് വിഷ്ണുവാണ്. വേരിൽ എന്താണ്? ബ്രഹ്മാവാണ്. അടുത്തത് പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് വെച്ചാലുള്ള ഫലം എന്താണ്? കടബാധ്യത തീരും. പടിഞ്ഞാറ് ദിക്കാണെങ്കിൽ കടബാധ്യത തീരും. കിഴക്ക് ദിക്ക് നോക്കിയിട്ടാണെങ്കിൽ ദുഃഖങ്ങളില്ലാതാകും. പടിഞ്ഞാറാണെങ്കിൽ കടബാധ്യത തീരും. വടക്കാണെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും. തെക്ക് ദിക്ക് നോക്കിയിട്ട് വിളക്ക് വെക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏറ്റവും അവസാനത്തെ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രാവണന് ചന്ദ്രഹാസം വാള് നൽകിയത് ആരാണ്? ശിവനാണ് രാവണന് ചന്ദ്രഹാസം വാള് നൽകിയത്. അപ്പോൾ ഇതിലേതാ തെറ്റിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഓർമ്മിച്ചിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും അത് പിന്നെ തെറ്റത്തില്ല. അപ്പോൾ
എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ വീട്ടമ്മമാരെയും ജോലിക്ക് പോകുന്നവരെയും മാത്രം നോക്കിയിട്ടാണ് ഈ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത്തിരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പുതിയ ഏരിയ ആയിട്ട് കാണാം. അതുവരെ ബൈ. കേട്ട് പഠിച്ച് സെറ്റാക്കി വെക്കുക.